ഉള്ളത് പറയാലോ മോളെ. ആ കാലത്ത് ഞാൻ ഉറങ്ങാൻ മാത്രമാണ് എന്റെ വീട്ടിൽ കയറുന്നത്. കണ്ണു തിരുമ്മി എഴുന്നേറ്റാൽ ഒരൊറ്റ ഓട്ടമാണ് വീരഭദ്രമാമയുടെ വീട്ടിലേക്ക്. അവിടെയാണ് വീരഭദ്രമാമയുടെ മോൻ ഈ പരമേശ്വരനുള്ളത്, എന്റെ കൂട്ടുകാരൻ. പിന്നെ അവന്റെ അനിയത്തിയും. ഓ, ആ കാലമൊക്കെ ഓർക്കുമ്പോ തന്നെ എന്ത് രസമാണെന്നറിയോ. ഇങ്ങ് വാടാ. ബാല, നീ എന്റെ അരികിൽ വേണം എപ്പോഴും. അപ്പൊ മുതലാളി, ഉത്സവത്തിന്റെ കാര്യം ഇന്നലെ പറഞ്ഞ പോലെ തീരുമാനിക്കല്ലേ? ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ട. പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം. മുതലാളിയുടെ ഉറപ്പ് കിട്ടിയാ പിന്നെ ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ഇദ്ദേഹമാണ് നമ്മുടെ അമ്പലത്തിൽ വന്ന പുതിയ തിരുമേനി. ആ, തിരുമേനിയോട് എനിക്ക് ഒറ്റക്കാരിയെ പറയാനുള്ളൂ. ദേവിക്കൊരു കുറവും വരുത്തരുത്, കേട്ടല്ലോ? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ശ്രീധര, തിരുമേനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ശരി മുതലാളി. ഈ കുട്ടികൾ 3 പേരും മുതലാളിയുടെ മക്കളാണോ? അങ്ങനെയല്ല തിരുമേനി. മുതലാളി ഇരുവശങ്ങളായി നിൽക്കുന്നവരാണ് മുതലാളിയുടെ മക്കള്. വലതുവശം നിൽക്കുന്നവൻ പരമേശ്വരൻ, ഇടതുവശം നിൽക്കുന്ന സീതാമണി, മറ്റേത് ബാലേന്ദ്രൻ. അത് അയൽവക്കത്തുള്ളതാ. എന്തിനാ സത്യ കുട്ടികളെ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നത്? ബാലേന്ദ്രനെ ഞാൻ അന്യനായിട്ട് കണ്ടിട്ടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഇവനും എന്റെ മകൻ തന്നെയാ. മൂന്ന് മക്കളാ എനിക്ക്. വീരഭദ്രമാമ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കുണ്ടായത് സന്തോഷമല്ല മോളെ, അഭിമാനമാണ്. പരമേശ്വരനൊപ്പം എന്നെയും വീരഭദ്രമാമ അംഗീകരിക്കുക എന്ന് പറഞ്ഞ അന്നത്തെ കൊച്ചു മനസ്സിൽ മാത്രമല്ല, ഇന്നും എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാനും പരമേശ്വരനും പിന്നെ അവന്റെ കുഞ്ഞനിയത്തിയും. ഓ, വല്ലാത്തൊരു ജീവിതമായിരുന്നു അത്. സങ്കടങ്ങളില്ല, സന്തോഷം മാത്രം. പേടിയേ ഇല്ല. എന്തു വന്നാലും കയറി നിൽക്കാൻ വീരഭദ്രൻ എന്ന വൻമരത്തിന് തണലുണ്ട് എന്ന ധൈര്യമാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, ഉണർന്നെഴുന്നേറ്റാൽ കണ്ണും തിരുമ്മി ഒരൊറ്റ ഓട്ടമാണ് പരമേശ്വരന്റെ അടുത്തേക്ക്. പിന്നെ പല്ലുതേപ്പും കുളിയെല്ലാം അവിടെയാ. കുളിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ഭാഗത്ത് ഒരു വലിയ തൊട്ടി കെട്ടിയിട്ടുണ്ട്. തൊട്ടിന്ന് അന്ന് പറയുന്നു നമ്മുടെ ടാങ്ക് തന്നെ. എന്നെയും പരമേശ്വരനെയും അതിനടുത്ത് കൊണ്ടുപോയി നിർത്തും. കുളിപ്പിക്കുന്നത് ആരാന്നറിയോ? ഇവിടുന്ന് ആഹാരം കഴിക്കാത്തതിൽ എന്തോ സംശയമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, ആ ദ്രൗപദി അമ്മ എന്നെ. കുളി കഴിഞ്ഞ പിന്നെ വയറ് നിറയെ ഭക്ഷണം, പിന്നെ കളി, കുരുത്തക്കേട്, കുത്തിമറയല്. നേരെ സന്ധ്യയാകാതെ തിരിച്ച് വീട്ടിൽ കയറില്ല. സത്യത്തിൽ എന്നെ വളർത്തിയത് ഈ ദ്രൗപദി അമ്മയാണ്. പരമേശ്വരൻ എന്റെ കൂടപ്പിറപ്പാണ്. കിരണും അഞ്ജനയും എനിക്ക് ആകാശിനെയും മോളെ പോലെയാണ്. പിന്നെ കുറെ പ്രശ്നങ്ങൾ. അവർക്ക് കുടുംബത്തോടെ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. പിന്നതെ ഇപ്പോഴാ എല്ലാരും കാണുന്നത്. അതിന്റെ ഒരു സന്തോഷവും ത്രില്ലും എത്രത്തോളം ഉണ്ടെന്ന് മോക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും ബാലമാമേ. ദ്രൗപദി മുത്തശ്ശിയും പരമേശ്വരൻ അങ്കിളും ബാലമാമയ്ക്ക് പണ്ട് നൽകിയ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും 10 മടങ്ങ് നമ്മൾ ഇവിടുന്ന് കൊടുക്കും.
മുത്തശ്ശിയുടെ വ്രതത്തിനും ഒരു കോട്ടം വരാതെ ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? ഉം.